സമീപകാലത്തൊന്നും ഭർത്താവ് എം പിയും ഭാര്യ എം എൽ എയുമായി മാറിയിട്ടില്ല. ആ ചരിത്രം മാറോ? കോങ്ങാടിൻ്റെ ചരിത്രം ഇത്തവണ മാറും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങൾ പരാമർശിച്ചതുപോലെ കോങ്ങാട് ഇടത് കോട്ടയാണെന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 100% തെറ്റാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് കോങ്ങാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KA തുളസിയാണ് എന്നോടൊപ്പം ഉള്ളത്. VK ശ്രീകണ്ഠൻ MP ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഇടത് കോട്ട എന്നാണ് കോങ്ങാടിനെ കുറിച്ച് പറയുക. ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഞങ്ങളാരും കോങ്ങാടിനെ ഇതുവരെ ഇടത് കോട്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. ഈ വരുന്ന മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു MLA ഉണ്ടാകും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ പഞ്ചായത്തുകൾ ഈ കാരാകുർശി, കരിമ്പ, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ ഒക്കെ UDFന് വന്നു. അതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? അതുമാത്രമല്ലല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും അനുഭവിച്ചിട്ടുള്ള ദുരിതം, അവരുടെ കണ്ണീര്, പട്ടിണി, അതുപോലെ തന്നെ അധിക നികുതികൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, തൊഴിലന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ, PSCയെ നോക്കുകുത്തിയായ നടപടി. ഈ പാലക്കാട് ജില്ല കർഷക ജില്ലയാണ്. ആ കർഷകർ അനുഭവിച്ചിട്ടുള്ള കണ്ണീര്, അതുപോലെ തന്നെ ഏത് വിഭാഗം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. അതുപോലെ ലഹരിയുടെ ഒഴുക്ക്, ചെറുപ്പക്കാർ പട്ടാപ്പകൽ പൊതു ഇടത്തിൽ പോലും വെട്ടി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം, ക്രമസമാധാന നില തകർന്ന സാഹചര്യം, ഇതിനെതിരെയൊക്കെ വിധി എഴുതാൻ ഈ കേരളത്തിലെ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുന്ന സാഹചര്യമാണ്. അതെൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. സ്ഥലം VK ശ്രീകണ്ഠൻ കൂടിയുണ്ട്. സമീപകാലത്തൊന്നും ഭർത്താവ് എം പിയും ഭാര്യ MLA യുമായി മാറിയിട്ടില്ല. ആ ചരിത്രം മാറോ? കോങ്ങാടിൻ്റെ ചരിത്രം ഇത്തവണ മാറും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിങ്ങൾ പരാമർശിച്ചതുപോലെ കോങ്ങാട് ഇടത് കോട്ടയാണെന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 100% തെറ്റാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ കോങ്ങാട് ഇവരെല്ലാവരും കൂടി പ്രവർത്തിച്ച് എനിക്കും UDFനും നൽകിയ ഭൂരിപക്ഷം 7000 വോട്ടാണ്. ആ 7000 വോട്ട് ഇത്തവണ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറികടക്കും. വലിയൊരു മുന്നേറ്റം, 10000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോങ്ങാട് അസംബ്ലി മണ്ഡലം വിജയിക്കും. 10000 വോട്ടിന് വലിയ ഭൂരിപക്ഷം. 100% എഴുതി വെച്ചോളൂ. എൻ്റെ കണക്ക് തെറ്റിയിട്ടില്ല. എൻ്റെ കണക്കെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ കണക്കാണ്, മനക്കണക്കല്ല. പാലക്കാട് കോട്ടയാണെന്ന് പറഞ്ഞിരുന്ന പാർലമെൻറ്റ് മണ്ഡലം 25 വർഷത്തിന് ശേഷം ഇവരുടെ എല്ലാം പിൻബലത്തിൽ പൊളിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കോങ്ങാട് ഞങ്ങൾക്ക് ഒരു ബാലി കയറാൻ മലയല്ല, ഞങ്ങൾ ജയിച്ചിരിക്കും. ഇപ്പോൾ ഈ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വിമർശനം ഈ ഭർത്താവിനും ഭാര്യയ്ക്കും സീറ്റ് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു. ഇതിനെങ്ങനെ നേരിടുന്നത്? അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളുമില്ല. ഞാൻ ഒരു ഭാര്യ മാത്രമല്ലല്ലോ, ഞാനൊരു മകളാണ്, ഒരു സഹോദരിയാണ്, ഒരു സുഹൃത്താണ്. ഒരു സ്ത്രീ, ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കുടുംബത്തിലും പുറത്തുമൊക്കെ ഉണ്ടാകും. എൻ്റെ ഒരു UDFിലെ ഒരു സംവിധാനത്തിൽ 1994 മുതൽ UDFിൻ്റെ അടിയുറച്ച പ്രവർത്തകയും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയുമാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് ഈ കോങ്ങാട് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയിട്ടാണ് UDF എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അത് നേടുക തന്നെ ചെയ്യും. ഇത് നേരത്തെ ICC അംഗം ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ട്. 2001 അസംബ്ലിയിൽ മത്സരിച്ചിട്ടുണ്ട്, 2004 പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ എൻ്റെ വിവാഹത്തിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ വാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണല്ലോ. വികസനം തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ച. തീർച്ചയായിട്ടും ഈ കോങ്ങാട് നിയോജക മണ്ഡലം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വയോജനങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ, പഠിച്ചിട്ടും ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, പാലക്കാട് ജില്ലയിലെ കർഷകർ, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, വികസനം, മുരടിപ്പ് ഈ മണ്ഡലത്തിലുണ്ട്. അത് തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാലും വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ കോങ്ങാട് മണ്ഡലത്തിൽ നടക്കുന്നത് എന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.